Okay, welcome back. Our next topic, effect of temperature on viscosity. Effect of temperature on viscosity. ഇപ്പോൾ നമ്മൾ ലിക്വിഡിൻ്റെ കേസിൽ ഒരു ലിക്വിഡ് ആയിരിക്കും, ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡിൻ്റെ കേസിൽ വിസ്കോസിറ്റി ഡിക്രീസ് ആവും. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, ഈറ്റ ടി ഈക്വൽ ടു ഈറ്റ 0/1 പ്ലസ് ആൽഫ ടി പ്ലസ് ബീറ്റ ടി സ്ക്വയർ. ഓക്കെ, ആൽഫ ആൻഡ് ബീറ്റ ആർ കോൺസ്റ്റൻസ്. ടി ടെമ്പറേച്ചറാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഈറ്റ കുറയും. ഓക്കെ, ഇതിൽ ഈറ്റ 0 എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ വിസ്കോസിറ്റി ഉദ്ദേശിക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി അറ്റ് 0 ഡിഗ്രി സെൽഷ്യസാണ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വിസ്കോസിറ്റി അത്. ഓക്കെ, ഈറ്റ ടി എന്ന് വെച്ചാൽ വിസ്കോസിറ്റി അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈറ്റ ടി എന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി അറ്റ് ടി ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത്ര ഓർമ്മിക്കുക, ലിക്വിഡിൻ്റെ കേസിൽ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി ഡിക്രീസ് ആവുക ചെയ്യുക. ഇനി ഗ്യാസിൻ്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് ഗ്യാസിൻ്റെ കേസിൽ വിസ്കോസിറ്റിക്ക് കാരണം ഡിഫ്യൂഷനാണ്. ഡിഫ്യൂഷൻ ഈസ് ദ കോസ് ഓഫ് വിസ്കോസിറ്റി ഇൻ ദ കേസ് ഓഫ് ഗ്യാസ്. അപ്പോൾ ഈ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഗ്യാസ് മോളിക്കൂളിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡിഫ്യൂഷൻ ഇൻക്രീസ് ആവുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിഫ്യൂഷൻ ഇൻക്രീസ് ആകുന്ന നേരം കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയും ഇൻക്രീസ് ആവും. അപ്പോൾ ഈ കേസിൽ ഈറ്റ ഇൻ ദ കേസ് ഓഫ് ഗ്യാസ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെമ്പറേച്ചറാണ്. ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി കുറയുക ലിക്വിഡിൻ്റെ കേസിൽ. ഗ്യാസിൻ്റെ കേസിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ ഗ്യാസ് മോളിക്യൂളിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആകുമ്പോൾ ഡിഫ്യൂഷൻ റേറ്റ് കൂടും. അപ്പോൾ വിസ്കോസിറ്റി കൂടുക ഇൻ ദ കേസ് ഓഫ് ഗ്യാസ്. ഓക്കെ, കാര്യങ്ങൾ ഓർമ്മിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഫ്ലൂയിഡ് ഫ്ലോ. പല ടൈപ്പ് ഫ്ലൂയിഡ് ഫ്ലോ ആണ്. അതിലൊന്ന്, ഫസ്റ്റ് വൺ, സ്ട്രീം ലൈൻ ഫ്ലോ. ഇപ്പോൾ നമ്മൾ ഒരു പൈപ്പ് വിചാരിക്കും. ഓക്കെ, ഈ പൈപ്പിലൂടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. ചെയ്യാണ്. അപ്പോൾ ഇതിനകത്തൂടെ ലിക്വിഡ് ഫ്ലോ നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത്, ഈ ലിക്വിഡ് ഫ്ലോയിനകത്ത് നമ്മൾ ഇതിനകത്ത് ഒരു ലെയർ സങ്കല്പിക്കുക. ലിക്വിഡിൻ്റെ ഒരു ലെയർ വിചാരിക്കും. അപ്പോൾ ഇതിൽ ഒരു ലിക്വിഡ് ലെയറാണിത്. ഓക്കെ, ഈ ലിക്വിഡ് ലെയറിൽ നമ്മൾ അപ്പോൾ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് ലെയർ എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ ലിക്വിഡിലുള്ള കുറേ മോളിക്യൂൾസ് അല്ലേ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലിക്വിഡ് മോളിക്യൂൾസാണ് ഇവിടുത്തെ പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ ഒരു ലെയർ എടുക്കുക.
ആ ലെയറിൽ ഇങ്ങനെ കുറേ ലിക്വിഡ് മോളിക്യൂൾസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ വരുന്നത് പോലെ വിചാരിക്കുക, സങ്കല്പിക്കുക. ഈ ലെയറിലൂടെ വരുന്നതായിട്ട് സങ്കല്പിക്കൂ. പാർട്ടിക്കിൾസ് എന്ന് ഉദ്ദേശിക്കുന്ന മോളിക്യൂൾസാണ്, ലിക്വിഡിനകത്തുള്ള മോളിക്യൂൾസ്. അപ്പോൾ ഈ മോളിക്യൂൾസൊക്കെ എ എന്നുള്ള പോയിന്റിലെത്തി. ഈ ലെയർ വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെയറിലൂടെ വരുന്ന മോളിക്യൂൾസ് വിചാരിക്കും. ആ മോളിക്യൂൾസ് എ എന്നുള്ള പോയിന്റിലെത്തിയാൽ ആ വരുന്ന എല്ലാ മോളിക്യൂളിനും എയിലെത്തുമ്പോൾ ഒരേ വെലോസിറ്റി ആയിരിക്കണം. എല്ലാ മോളിക്യൂളിനും ആ പോയിന്റിലെത്തുമ്പോൾ ഒരേ വെലോസിറ്റി ആയിരിക്കണം. അപ്പോൾ എല്ലാ പാർട്ടിക്കിളിനും എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരേ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഞാൻ V1 എടുത്തു. വെലോസിറ്റി V1. എല്ലാ പാർട്ടിക്കിളിനും ഒരേ വെലോസിറ്റി ആണെന്ന് വിചാരിക്കുക. ഒരേ വെലോസിറ്റിയാണ് എവിടെ എത്തുമ്പോൾ? എ എന്നുള്ള പോയിന്റിലെത്തുമ്പോൾ എല്ലാ പാർട്ടിക്കിളിനും ഒരേ വെലോസിറ്റിയാണ്. ആസ് ഇറ്റ്സ് പ്രീഡിസസർ. അതായത് മുന്നിൽ പോയ ആളുടെ മുന്നിൽ ഒരാൾ പോകില്ലേ? ഓക്കെ, ആ മുന്നിൽ പോയ പാസ് ചെയ്ത ആ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇല്ലേ? ഓക്കെ, അതിൻ്റെ വെലോസിറ്റി ആയിരിക്കണം ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കിളിനും എവിടെ എത്തുമ്പോൾ? എയിലെത്തുമ്പോൾ. അപ്പോൾ എല്ലാത്തിനും ഒരേ വെലോസിറ്റി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ സെയിം ആവണേ. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് വെലോസിറ്റി സെയിം എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ വെലോസിറ്റി സെയിം ആവണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആവണം, ഡയറക്ഷൻ സെയിം ആവണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും മുന്നിൽ പോയ പാർട്ടിക്കിളില്ലേ, ആ പാർട്ടിക്കിൾ ഏത് ഡയറക്ഷനിലാണോ പോയത്, അല്ലാണ്ട് ഒരു പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ ഒരു പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിൽ, അങ്ങനെ ഡയറക്ഷൻ മാറി വരാമെന്ന് പറയും. ഡയറക്ഷൻ മാറിയാൽ അർത്ഥം വെലോസിറ്റി മാറിയെന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാ പാർട്ടിക്കിളും എ എന്നുള്ള പോയിന്റിലെത്തുമ്പോൾ എല്ലാ പാർട്ടിക്കിളിനും ഒരേ വെലോസിറ്റി ആയിരിക്കണം. ആസ് ഇറ്റ്സ് പ്രീഡിസസർ, ഏറ്റവും മുന്നിൽ പോയ ആളുടെ അതേ വെലോസിറ്റി ആയിരിക്കണം. ഡയറക്ഷൻ സെയിം ആയിരിക്കണേ, എന്നാലേ നമുക്ക് വെലോസിറ്റി സെയിം എന്ന് പറയാൻ പറ്റൂ. ഇനി ഇവരെല്ലാം ബിയിലെത്തുമ്പോൾ ഈ പാർട്ടിക്കിൾസൊക്കെ ഒഴുകി ബിയിലെത്തി, ബി എന്നുള്ള പോയിന്റിലെത്തി. അപ്പോൾ ഏറ്റവും മുന്നിൽ പോയ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി V2 ആണ്. ഇവിടുത്തെ വെലോസിറ്റി ആയിരിക്കില്ല. വെലോസിറ്റി തീർച്ചയായും മാറും. കാരണം ഡയറക്ഷൻ മാറിയല്ലോ. കാരണം ഇവിടെ ഈ പോയിന്റിൽ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ, അപ്പോൾ ഡയറക്ഷൻ മാറിയാൽ അർത്ഥം വെലോസിറ്റി മാറിയതാണ്, ബിക്കോസ് ഇറ്റ് ഈസ് എ വെക്റ്റർ. ഓക്കെ, അപ്പോൾ എനിവേ ഏറ്റവും മുന്നിലുള്ള പാർട്ടിക്കിൾ എവിടെ എത്തുമ്പോൾ? ബിയിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V2 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാ പാർട്ടിക്കിളും, അതിന് പുറകെ വരുന്ന ബാക്കി എല്ലാ പാർട്ടിക്കിളും ആ ബിയിലെത്തുമ്പോൾ വെലോസിറ്റി V2 ആയിരിക്കണം. ഇനി ഈ എല്ലാ പാർട്ടിക്കിളും സിയിലെത്തുമ്പോൾ ഏറ്റവും മുന്നിൽ പോയ ആളാണ് പ്രീഡിസസർ, അതിൻ്റെ വെലോസിറ്റി V3 ആണ്. അതിൻ്റെ വെലോസിറ്റി V3 ആണെങ്കിൽ ബാക്കി എല്ലാ പാർട്ടിക്കിളും സിയിലെത്തുമ്പോൾ, സി എന്ന് പറഞ്ഞ പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി V3 ആയിരിക്കണം. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്ലോ എന്ന് പറയുന്നത്, ഈ ലെയറിലൂടെയുള്ള ഫ്ലോ, അതൊരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇറ്റ് ഈസ് എ റെഗുലർ ഫ്ലോ ഓഫ് എ ലിക്വിഡ്. ഓക്കെ, ഇൻ വിച്ച് എവരി പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ എ പോയിന്റ്, എല്ലാ പാർട്ടിക്കിളും ഒരു പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ, എവരി പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ എ പോയിന്റ് ഹാവ് സെയിം വെലോസിറ്റി. എല്ലാവർക്കും വെലോസിറ്റി എന്താണ്? ഒരു പോയിന്റിൽ ഇവിടുത്തെ വെലോസിറ്റിയാണ് ഇവിടെ എന്നല്ല, ഒരു പോയിന്റിൽ എല്ലാ പാർട്ടിക്കിളിനും സെയിം വെലോസിറ്റി ആയിരിക്കണം. അപ്പോൾ എവരി പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ എ പോയിന്റ് ഹാവ് സെയിം വെലോസിറ്റി ആസ് ഇറ്റ്സ് പ്രീഡിസസർ. മുന്നിൽ പോയ ആളുടെ പാർട്ടിക്കിളിൻ്റെ അതേപോലെ തന്നെ ആയിരിക്കണം ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി ഒരു പോയിന്റിലെത്തുമ്പോൾ. അപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, വെലോസിറ്റി എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആദ്യം പോയതിൻ്റെ വെലോസിറ്റി 5 ആണെങ്കിൽ 5 മീറ്റർ/s ആണെങ്കിൽ ബാക്കി എല്ലാവരും 5 തന്നെ ആയിരിക്കണം. പിന്നെ ഡയറക്ഷൻ സെയിം ആയിരിക്കണം. ഏറ്റവും മുന്നിൽ പോയ പാർട്ടിക്കിൾ എങ്ങനെയാണോ ഏത് ഡയറക്ഷനിലാണോ പോയത് അതേ ഡയറക്ഷനിൽ തന്നെ പോകണം, എന്നാലേ വെലോസിറ്റി സെയിം ആണെന്ന് പറയാൻ പറ്റൂ. അല്ലാതെ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് അങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സച്ച് എ ഫ്ലോ ഈസ് കോൾഡ് സ്ട്രീം ലൈൻ ഫ്ലോ. ഓക്കെ, അപ്പോൾ എവരി പാർട്ടിക്കിൾ പാസിംഗ് ത്രൂ എ പോയിന്റ്
have same velocity as their predecessor. ഓക്കെ, ഇനി ഈ പാത്ത് ഉണ്ടല്ലോ, ഈ പാത്തിലൂടെയുള്ള, അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ പാത്തിലൂടെയുള്ള ഫ്ലോ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ്. സോ ദിസ് പാത്ത് എ ബി സി എന്ന് പറയുന്ന ആ പാത്ത് എ ബി സി എന്നുള്ള ആ പാത്ത് ഉണ്ടല്ലോ, പാത്ത് എ ബി സി, ഇറ്റ് ഈസ് കോൾഡ് എ സ്ട്രീം ലൈൻ. ആ പാത്തിനെ നമ്മൾ ഒരു സ്ട്രീം ലൈൻ എന്ന് വിളിക്കും. പാത്ത് എ ബി സി ഈസ് കോൾഡ് എ സ്ട്രീം ലൈൻ. ഓക്കെ, ഇനി അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ലെയർ ഒരു സ്ട്രീം ലൈനാണ്. അതേപോലെ നിങ്ങൾ വേറൊരു ലെയർ വിചാരിക്കും, ആ ലെയറിലും ഈ സംഭവം നടക്കുന്നു എന്ന് വിചാരിക്കും. വേറൊരു ലെയർ എടുക്കുന്നേ, ആ ലെയറിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. അപ്പോൾ ഇത് വേറൊരു സ്ട്രീം ലൈൻ, അങ്ങനെ വേറൊരു സ്ട്രീം ലൈൻ, അങ്ങനെ കുറേ സ്ട്രീം ലൈൻസ് വിചാരിക്കും. ഓരോ ലെയറിനെയും നമ്മൾ ഓരോ സ്ട്രീം ലൈനായിട്ട് എടുക്കുക. കാരണം എല്ലാ ലെയറിലും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ ലെയർ കിട്ടും. അപ്പോൾ കുറേ സ്ട്രീം ലൈൻസ് കിട്ടും. അപ്പോൾ എ ബണ്ടിൽ ഓഫ് സ്ട്രീം ലൈൻസ് അതിനെ നമ്മൾ ട്യൂബ് ഓഫ് ഫ്ലോ എന്ന് പറയും. ട്യൂബ് ഓഫ് ഫ്ലോ. അപ്പോൾ ട്യൂബ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? എ ബണ്ടിൽ ഓഫ് സ്ട്രീം ലൈൻസ് ഈസ് കോൾഡ് എ ട്യൂബ് ഓഫ് ഫ്ലോ. ഓക്കെ, ഇനി ഈ ഫ്ലോ സ്ട്രീം ലൈൻ ഫ്ലോ ആവണമെങ്കിൽ ലിക്വിഡ് ഇങ്ങനെ വളരെ റെഗുലറായിട്ട് സ്ലോ ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു സ്ട്രീം ലൈൻ ഫ്ലോ കിട്ടുക. ഇല്ലെങ്കിൽ സ്പീഡ് കൂടുന്തോറും എന്താവും? ഈ ഫ്ലോ ഡിസോർഡർ ആവും. എന്താണ്? നല്ല സ്പീഡിൽ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ പോയിന്റ് നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഈ പോയിന്റിൽ ചിലപ്പോൾ ഒരു പാർട്ടിക്കിൾ അങ്ങോട്ടും ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടും, അപ്പോൾ ഡയറക്ഷനിൽ മാറും. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വിചാരിക്കും. എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫ്ലോ ചെയ്ത് ഈ തടസ്സങ്ങളിൽ തട്ടുന്ന സമയത്ത്, ഇവിടെ വന്ന് തട്ടുന്ന സമയത്ത് ഒരു പാർട്ടിക്കിൾ അങ്ങോട്ടും ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടെല്ലാം ഫ്ലോ ഡിസോർഡർ ആവും. അല്ലെങ്കിൽ ഈ സ്പീഡ് കൂടുന്ന സമയത്ത്, സ്പീഡ് കൂടിയാലും അങ്ങനെ സംഭവിക്കും. നല്ല ഹൈ സ്പീഡിലെല്ലാം വരുന്ന സമയത്ത് ഈ പോയിന്റ് തന്നെ ഒരു പാർട്ടിക്കിൾ അങ്ങോട്ടും ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ടെല്ലാം ആയിട്ട് തെറിക്കും. അപ്പോൾ ഫ്ലോ ഡിസോർഡർ ആവും. അപ്പോൾ നേരത്തെ പോലെ ഇങ്ങനെയുള്ളൊരു ഫ്ലോ നമുക്ക് കിട്ടില്ല. അതിനെ നമ്മൾ ഡിസോർഡർ ഫ്ലോ. ഓക്കെ, അതിനെ നമ്മൾ ടർബലൻ്റ് ഫ്ലോ എന്ന് പറയും. ടർബലൻ്റ് ഫ്ലോ ഇറഗുലർ ഫ്ലോ ആണ്. ഇൻ വിച്ച് ദ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്, ഒരു പോയിന്റിൽ എല്ലാ പാർട്ടിക്കിളും ഒരേ എന്തായിരിക്കില്ല, വെലോസിറ്റി ആയിരിക്കില്ല. മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷനിൽ ചിലപ്പം മാറും, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറും. പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തട്ടിത്തെറിക്കുക. ഇപ്പോൾ ഫ്ലോ ഡിസോർഡർ ആണ്. ഓക്കെ, സച്ച് എ ഫ്ലോ ഇസ് കോൾഡ് ടർബലൻ്റ് ഫ്ലോ. അപ്പോൾ സ്പീഡ് കൂടുന്തോറുമാണ് ഇത് ടർബലൻ്റ് ആവാൻ ചാൻസ്, ഡിസോർഡർ ആവാൻ ചാൻസസ്. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു കണ്ടീഷൻ വെക്കുന്നു. ക്രിട്ടിക്കൽ വെലോസിറ്റി ഡിനോട്ടഡ് ബൈ വി സി. ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലിമിറ്റാണ്. ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു, സ്പീഡ് കൂടുന്തോറും അല്ലേ ടർബലൻ്റ് ആവാൻ ചാൻസ്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇതൊരു ലിമിറ്റാണ്, ഒരു പരിധി. ഈ വെലോസിറ്റിനേക്കാൾ ഇതിനേക്കാൾ കുറവാണ് വെലോസിറ്റി എങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ. ഈ ക്രിട്ടിക്കൽ വെലോസിറ്റിനേക്കാൾ കൂടുതലാണ് വെലോസിറ്റി എങ്കിൽ, ഇതിനേക്കാൾ കൂടുതലാണ് വെലോസിറ്റി എങ്കിൽ ടർബലൻ്റ് ഫ്ലോ. അപ്പോൾ ഈ ലിമിറ്റാണ് ഇപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി. അപ്പോൾ അതുവരെ സ്ട്രീം ലൈൻ ഫ്ലോ. അതിനേക്കാൾ കൂടുന്ന സമയത്ത് ഫ്ലോ എന്തായി മാറും? ടർബലൻ്റായി മാറും, ഡിസോർഡറായി മാറും. അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് വെലോസിറ്റി. ലിമിറ്റാണ്. ബിലോ വിച്ച്, അതിനേക്കാൾ കുറവാണെങ്കിൽ, ബിലോ വിച്ച് ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ. ആൻഡ് എബോവ് വിച്ച്, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ, വെലോസിറ്റി അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ദ ഫ്ലോ ഈസ് ടർബലൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് റീനോൾഡ്സ് നമ്പർ. റീനോൾഡ്സ് നമ്പർ N or R, ക്യാപിറ്റൽ R എടുക്കുക. ഓക്കെ, റീനോൾഡ്സ് നമ്പർ.
ഇതിൻ്റെ ഇക്വേഷൻ ഞാനൊന്ന് എഴുതട്ടെ, ഇതിലൊക്കെ ഇക്വേഷൻ മതി കേട്ടോ. റിനോൾഡ്സ് നമ്പർ n ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെയാണ്, റോ വി സി ഡി ബൈ ഈറ്റ. ഇതാണ് ഇക്വേഷൻ. ഈ റിനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നമ്പർ ഇതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷണൽ ഫോമുല ഇല്ല. അപ്പോൾ യൂണിറ്റ് ഇല്ല, ഡയമെൻഷണൽ ഫോമുല ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ് ആൻഡ് ഡയമെൻഷൻലെസ് നമ്പറാണ്. യൂണിറ്റോ ഡയമെൻഷണൽ ഫോമുല ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണ്. അത് കാണാനുള്ള ഫോമുല ഇത്. ഇതിൽ റോ എന്താണ്? റോ എന്ന് പറയുമ്പം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ. ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ. വി സി നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, വി സി എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി. ഡി എന്ന് പറയുമ്പോൾ ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ. ഈ പൈപ്പ് എടുക്കുക, ഈ പൈപ്പിൻ്റെ ഡയമീറ്ററാണ് ഡി. ഈ ഡിസ്റ്റൻസ് ഡയമീറ്ററാണ് ഡി. അപ്പോൾ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഓക്കെ, ഈറ്റ അറിയാലോ, ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് റീനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് റീനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ റിനോൾഡ്സ് നമ്പർ, നമുക്ക് കിട്ടുന്ന റിനോൾഡ്സ് നമ്പർ, ഈ നമ്പർ 1000-നേക്കാൾ കുറവാണെങ്കിൽ, ഇഫ് റിനോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 1000, ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും. അപ്പോൾ റീനോൾഡ്സ് നമ്പർ വെച്ചിട്ട് നമ്മളിങ്ങനെയാണ് സ്ട്രീം ലൈനും ടർബലൻറ്റും പറയാറ്. റീനോൾഡ്സ് നമ്പർ 1000-നേക്കാൾ കുറവാണെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ. റീനോൾഡ്സ് നമ്പർ 2000-നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ, അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, 1000-ൻ്റെയും 2000-ൻ്റെയും ഇടയിലാണെങ്കിൽ അല്ലേ? ഓക്കെ, പറയാം. റീനോൾഡ്സ് നമ്പർ 2000-നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ടർബലൻറ്റ് ഫ്ലോ. ഓക്കെ, അപ്പോൾ റീനോൾഡ്സ് നമ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ഡിറ്റർമിൻ, ഇത് നോക്കിയിട്ട് നമുക്ക് സ്ട്രീം ലൈൻ ആണോ ടർബലൻ്റ് ആണോ എന്ന് പറയാൻ പറ്റും. ടു ഡിറ്റർമിൻ വെദർ എ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ ഓർ ടർബലൻറ്റ്. സ്ട്രീം ലൈൻ ആണോ ടർബലൻ്റ് ആണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു യൂണിറ്റോ ഡയമെൻഷണൽ ഫോമുലയോ ഒന്നും ഇല്ലാത്ത ഒരു നമ്പറാണ്, ജസ്റ്റ് ഒരു നമ്പറാണ് റീനോൾഡ്സ് നമ്പർ. ഇനി റീനോൾഡ്സ് നമ്പർ 1000-ൻ്റെയും 2000-ൻ്റെയും ഇടയിലാണെങ്കിൽ, ഇൻ ബിറ്റ്വീൻ 1000 ആൻഡ് 2000, അത്തരം ഫ്ലോനെ നമ്മൾ, ലിക്വിഡ് ഫ്ലോനെ നമ്മൾ അൺസ്റ്റഡി ഫ്ലോ എന്ന് പറയും. അൺസ്റ്റഡി ഫ്ലോ, സച്ച് എ ഫ്ലോ ഈസ് കോൾഡ് അൺസ്റ്റഡി ഫ്ലോ. ഇഫ് റിനോൾഡ്സ് നമ്പർ ഈസ് ഇൻ ബിറ്റ്വീൻ 1000 ആൻഡ് 2000, സച്ച് എ ലിക്വിഡ് ഫ്ലോ ഈസ് കോൾഡ് അൺസ്റ്റഡി ഫ്ലോ. ഓക്കെ, ഇനി നമ്മളിതിൽ, ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കുക. ഇനി വേറൊരു ടൈപ്പ് കൂടി പറയാം, അതായത് ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു സർഫസ് വിചാരിക്കും നിങ്ങൾ, ഇതൊരു ഫിക്സഡ് സർഫസ് ആണ്. ഫിക്സഡ് സർഫസ്, ഇതിലൂടെ, ഈ സർഫസിലൂടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യാണ്. അപ്പോൾ ലിക്വിഡിനെ കുറേ ലെയറുകളായിട്ട് സങ്കല്പിക്കുക. അതിൽ ഏറ്റവും താഴെയുള്ള ലെയർ, ഇത് നമ്മൾ വിസ്കോസിറ്റി പറയുന്ന സമയത്ത് പറഞ്ഞതാണ്, ഏറ്റവും താഴെയുള്ള ലെയർ എന്ന് പറഞ്ഞാൽ സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ലെയർ, ഇതിനോട് ചേർന്ന് കിടക്കുന്ന ലെയർ മെല്ലെ പോകും. കാരണം ഇത് സർഫസിനായിട്ട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ആ ലെയറിന് സ്പീഡ് വളരെ കുറവായിരിക്കും. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയർ വിചാരിക്കും, തൊട്ട് മുകളിലുള്ള ലെയർ ആകുമ്പോൾ അതിന് കുറച്ചുകൂടി ലിക്വിഡിലുള്ള ലെയർ വിചാരിക്കും, ലിക്വിഡിനകത്തുള്ള ലെയർ, തൊട്ട് മുകളിലുള്ള ലെയറിന് കുറച്ച്, സർഫസിനോട് കുറച്ച്, ഈ ലെയറിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറിന് സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും. കുറച്ച് ഗ്യാപ്പ് ഇട്ട് കാണിക്കുന്നതാണ്. ഈ ലെയറിനോട് ചേർന്നിട്ട് തന്നെയാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഓരോ ലെയറിനെ പരിശോധിച്ചാൽ ലെയറുകൾക്ക് സ്പീഡ് ഇങ്ങനെ കൂടി വരും. എനിവേ ഇങ്ങനെയാണ് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ലെയറിനാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക. എന്തുതന്നെയായാലും നമുക്കിങ്ങനെ ലെയറുകളായിട്ട് സങ്കല്പിക്കാൻ പറ്റിയല്ലോ. എങ്ങനെയുള്ള ലെയർ? പാരലലായിട്ടുള്ള കുറേ ലെയർ അല്ലേ, പാരലൽ അഡ്ജസൻറ്റ് ലെയർ. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ പാരലൽ അഡ്ജസൻറ്റ് ലെയേഴ്സായിട്ട്, പരസ്പരം ചേർന്ന് കിടക്കുന്ന പാരലലായിട്ടുള്ള ഇങ്ങനെ കുറേ ലെയറുകളായിട്ട് ഇങ്ങനെ നമുക്ക് ഈ ലിക്വിഡ് ഫ്ലോനെ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചോ.
അപ്പോൾ ലിക്വിഡ് ഫ്ലോസ് ഇൻ ദ ഫോം ഓഫ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇൻ ദ ഫോം ഓഫ് പാരലൽ അഡ്ജസൻറ്റ് ലെയേഴ്സ്. അങ്ങനെയായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. സച്ച് എ ഫ്ലോ ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫ്ലോനെ നമുക്ക് ലാമിനാർ ഫ്ലോ എന്ന് വിളിക്കാം. ഓക്കെ, ഇതേ സംഭവം തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു പൈപ്പ് വിചാരിക്കും, പൈപ്പ്. ഓക്കെ, ഇതിലൂടെയാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് വിചാരിച്ചോ, ഇതിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ പൈപ്പ് ഇതിൻ്റെ സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ലെയർ, ഈ സർഫസിനോട് ചേർന്ന് കിടക്കുന്ന ലെയറുകൾക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ലിക്വിഡിനെ കുറേ ലെയറുകളായിട്ട് വിചാരിക്കുന്നത്. എങ്ങനെയുള്ള ലെയർ? അപ്പോൾ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ പാരലൽ അഡ്ജസൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ട്യൂബിൻ്റെ സൈഡ് വിചാരിക്കും, അതിനോട് ചേർന്ന് കിടക്കുന്ന ലെയറുകൾക്ക് വെലോസിറ്റി കുറവ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിട്ടു വരുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടി വരും. ലെയറുകൾക്ക് വെലോസിറ്റി കൂടും. ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ മിഡിൽ ലെയറിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക. അപ്പോൾ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന എങ്ങനെ? എവിടെയും ഫ്ലോ ചെയ്യുന്ന എങ്ങനെയാണ്? പാരലലായിട്ടുള്ള ലെയേഴ്സ് ആയിട്ടാണ്. ഓക്കെ, അങ്ങനെ പാരലൽ ലെയേഴ്സ് ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ സച്ച് എ ഫ്ലോ ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ നമ്മളിവിടെ ഒരു ട്യൂബ് എടുക്കുകയാണ്. ട്യൂബിന് നോൺ യൂണിഫോം ക്രോസ് സെക്ഷനാണ്. നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇത്ര വരും, ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ട്യൂബ് ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്. ഇവിടെയുള്ള ഏരിയ A1 ആണ്. ഈ ഭാഗത്തുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. ഓക്കെ, ഇതിലൂടെ ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യാണ്. ലിക്വിഡ് ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നാണ് ലിക്വിഡ് എൻ്റർ ചെയ്യുന്നത്. ലിക്വിഡ് എൻറ്റേഴ്സ് നോർമലായിട്ട് എൻ്റർ ചെയ്യുന്നു വിത്ത് വെലോസിറ്റി V1. ഓക്കെ, അപ്പോൾ ലിക്വിഡിൻ്റെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ വിചാരിക്കും. ഇതിലൂടെയുള്ള ലിക്വിഡിൻ്റെ സ്ട്രീം ലൈൻ ഫ്ലോ. അപ്പോൾ ലിക്വിഡ് എൻറ്റേഴ്സ് വിത്ത് വെലോസിറ്റി V1 ആണ്. എൻറ്റേഴ്സ് നോർമലി വിത്ത് വെലോസിറ്റി V1. ഇവിടുന്ന് ലിക്വിഡ് ലീവ്സ് നോർമലി വിത്ത് വെലോസിറ്റി V2. ഓക്കെ, ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ ആണ്. റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടുന്ന് എൻ്റർ ചെയ്ത ലിക്വിഡിൻ്റെ നിങ്ങൾ വിചാരിക്കൂ, ഒരു ഡെൽറ്റ ടി ടൈമിൽ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൈമിൽ ആ ലിക്വിഡ് ഇവിടുന്ന് എൻ്റർ ചെയ്തിട്ട് ഇവിടെ വരെ ലിക്വിഡ് എത്തിയെന്ന് വെച്ചാൽ, എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ലിക്വിഡ് നിറഞ്ഞു. ഓക്കെ, ഇൻ എ ടൈം ഡെൽറ്റ ടി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ ഡെൽറ്റ എക്സ് എന്നെടുത്തു. ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടൈമിൽ ലിക്വിഡിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റാണ്, ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റാണ് ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത്രയും ലിക്വിഡ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇൻ ടൈം ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത ലിക്വിഡിൻ്റെ വോളിയം, അപ്പോൾ വോളിയം ഓഫ് ലിക്വിഡ് എൻറ്റേർഡ് ഇൻ ടൈം ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ ഇൻ ഡെൽറ്റ ടി സെക്കൻഡിൽ ഓക്കെ, ഡെൽറ്റ ടി സെക്കൻഡിൽ എൻ്റർ ചെയ്ത ലിക്വിഡിൻ്റെ വോളിയമാണ്. അപ്പോൾ ഇതിൻ്റെ വോളിയം എത്രയായിരിക്കും? വോളിയം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ്. ഇതല്ലേ വോളിയം വരിക എന്ന് പറഞ്ഞാൽ A1 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, സോ വോളിയമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് വരും. അപ്പോൾ A1 ഇൻറ്റു ഡെൽറ്റ എക്സ് വരും വോളിയം. ഓക്കെ, അടുത്തത് ഞാൻ ഇങ്ങനെ എഴുതുന്നു, വോളിയം ഓഫ് ലിക്വിഡ് എൻറ്റേർഡ്
പെർ സെക്കൻഡാണ് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ. അപ്പോൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 സെക്കൻഡ് വെക്കുക. പെർ സെക്കൻഡ് 1 സെക്കൻഡിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഡെൽറ്റ ടി അപ്പുറം പോയാൽ ഇത് ഇൻറ്റു ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി ഇൻറ്റു 1 സെക്കൻഡ്, ഡെൽറ്റ ടി സെക്കൻഡ്. ഓക്കെ, അപ്പോൾ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 സെക്കൻഡാണ്. 1 സെക്കൻഡിൽ എൻ്റർ ചെയ്ത ലിക്വിഡിൻ്റെ വോളിയം. അപ്പോൾ ഇൻറ്റു ഈ ഡെൽറ്റ ടി അപ്പുറത്ത് പോയി റൈറ്റ് സൈഡിൽ പോയാൽ അപ്പോൾ A1 ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആയി. അപ്പോൾ ഇതാണ് വോളിയം ഓഫ് ലിക്വിഡ് എൻ്റേർഡ് പെർ സെക്കൻഡ്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റിയാണ്. അപ്പോൾ ഇത് A1 ഇൻറ്റു V1 ആയി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അത് വെലോസിറ്റിയാണ്. അപ്പോൾ A1 V1 ആയി. അപ്പം വോളിയം ഓഫ് ലിക്വിഡ് എൻ്റേർഡ് പെർ സെക്കൻഡ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റിയാണ് വോളിയം ഓഫ് ലിക്വിഡ് എൻ്റേർഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്ത, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്, ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്ത ലിക്വിഡിൻ്റെ വോളിയം. ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്ത ലിക്വിഡിൻ്റെ വോളിയം എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റിയാണ്. ഓക്കെ, ദർഫോർ മാസ് ഓഫ് ലിക്വിഡ് എൻ്റേർഡ് പെർ സെക്കൻഡ്. മാസ് എന്ന് പറയുമ്പോൾ ഇത് വോളിയം അല്ലേ, വോളിയം പെർ സെക്കൻഡ് അല്ലേ ഇത്. അപ്പോൾ നമുക്കറിയാം മാസ് എങ്ങനെ കാണാം, വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് മാസ്. അപ്പോൾ ഇതാണ് വോളിയം അല്ലേ. അപ്പോൾ ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ A1 V1 ആണ് വോളിയം പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള വോളിയം ഇതാണ്. അപ്പോൾ ഒരു സെക്കൻഡിലുള്ള മാസ് കാണണമെങ്കിൽ ഇത് വോളിയമാണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി കൊടുക്കുക, വോളിയം ഇൻറ്റു ഡെൻസിറ്റി, അപ്പം മാസ്സായി. അപ്പോൾ ഇതേ സംഭവം ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻ്റർ ചെയ്ത കാര്യം വെച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. ഇതേ സംഭവം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് ലിക്വിഡ് എന്ത് ചെയ്യാണ്, ലിക്വിഡ് ലീവ് ചെയ്യാണ്. ഓക്കെ, അപ്പം മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് പെർ സെക്കൻഡ്. മാസ് ഓഫ് ലിക്വിഡ് ലീവിങ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ അറ്റത്തുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എൻ്റർ ചെയ്തു, മാസ് ഓഫ് ലിക്വിഡ് എൻ്ററിങ് പെർ സെക്കൻഡ് ആണ് എന്തെന്ന് A1 V1 റോ. അപ്പോൾ ഇവിടെ അതേ സംഭവം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, ലീവ് ചെയ്യുന്നത് A2 V2 റോ എന്ന് വരും ആ എൻഡിൽ. അപ്പോൾ ഇത് ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്ത ലിക്വിഡിൻ്റെ മാസാണ്. ഇത് ഒരു സെക്കൻഡിൽ ലീവ് ചെയ്ത ലിക്വിഡിൻ്റെ മാസാണ്. അടുത്തത് അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്ത ലിക്വിഡിൻ്റെ മാസും ഒരു സെക്കൻഡിൽ ലീവ് ചെയ്ത ലിക്വിഡിൻ്റെ മാസും ഓക്കെ സെയിം ആയിരിക്കും. ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്തതും ഒരു സെക്കൻഡിൽ ലീവ് ചെയ്തതും സെയിം ആയിരിക്കും ബൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ആയിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ A1 V1 റോ ഈക്വൽ ടു A2 V2 റോ ആയിരിക്കും. സോ റോ ക്യാൻസൽ. സോ A1 V1 ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, A1 V1 ഈക്വൽ ടു A2 V2 എന്ന് കിട്ടി. A1 V1 ഈക്വൽ ടു A2 V2. അപ്പോൾ നമ്മളിത് A1 V1 ഈക്വൽ, അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. A1 V1 ഈക്വൽ ടു A2 V2. ഈ ശരിക്കും A1 V1 എന്താണ്, A1 V1 എന്ന് പറയുന്നത് വോളിയം ഓഫ് ലിക്വിഡ് എൻ്റേർഡ് പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ A2 V2 എന്തായിരിക്കും, വോളിയം ഓഫ് ലിക്വിഡ് ലീവിങ് പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പം ഒരു സെക്കൻഡിൽ എൻ്റർ ചെയ്ത വോളിയവും ഒരു സെക്കൻഡിൽ ലീവ് ചെയ്ത വോളിയവും എന്താണ്, സെയിം ആണ്. ഓക്കെ, ഇത് നമ്മൾ A1 V1 ഈക്വൽ A2 V2 കിട്ടിയത് നമ്മൾ ഈ എൻഡും എടുത്തത് കൊണ്ടല്ലേ A1 V1 ഈക്വൽ A2 V2 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എടുക്കും, ഇവിടെ വേറൊരു ഭാഗം എടുത്തു, ഇവിടെയുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ A3 എന്ന് എടുത്തു, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A3. ഇവിടെയുള്ള ലിക്വിഡിൻ്റെ വെലോസിറ്റി ഞാൻ V3 എന്ന് എടുത്തു, V3. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ തിയറി നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ A1 V1 ഈക്വൽ ടു A3 V3 കിട്ടും അല്ലേ. A1 V1 ഈക്വൽ ടു A3 V3. ഇനി ഇതും എടുക്കുകയാണെങ്കിൽ A3 V3 ഈക്വൽ ടു A2 V2 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് എടുത്താലും അതെല്ലാം ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഇതാ A1 V1 ഈക്വൽ ടു A2 V2 ഈക്വൽ ടു A3 V3 ഈക്വൽ ടു വേറെ സ്ഥലത്ത് A4 V4 ഈക്വൽ ടു അങ്ങനെ പോകും.
ഇത് നമ്മൾ രണ്ട് എൻഡ് മാത്രം എടുത്തുകൊണ്ടാണ് നമുക്ക് A1 V1 ഈക്വൽ A2 V2 കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം A1 V1 ഈക്വൽ A2 V2 ഈക്വൽ A3 V3 ഈക്വൽ A4 V4 ഈക്വൽ അങ്ങനെ അങ്ങനെ പോകും. അങ്ങനെ എന്ന് പറഞ്ഞ അർത്ഥം അതെല്ലാവരും ഈക്വലാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം A ഇൻറ്റു വി, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി, A ഇൻറ്റു വി അതെല്ലാ സ്ഥലത്തും ഈക്വലാണ്. എല്ലാ സ്ഥലത്തും ഈക്വൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. എന്ന് വെച്ചാൽ A ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഇതെല്ലാവരുടെയും കോൺസ്റ്റൻ്റ് ആണ്, എല്ലാവരുടെയും സെയിം ആണ്. അപ്പോൾ A ഇൻറ്റു വി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? A ഇൻറ്റു വി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം A1 V1 ഈക്വൽ ടു A2 V2 ഈക്വൽ ടു A3 V3 ഈക്വൽ ടു A4 V4 അങ്ങനെ അങ്ങനെ പോവും. അപ്പോൾ നമുക്ക് A ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി A ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അപ്പോൾ A ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ വി എന്ത് വരും? വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ബൈ A വരും. അപ്പോൾ ഡിനോമിനേറ്ററിൽ A വരും. അപ്പോൾ വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A വരും. അപ്പോൾ A അങ്ങോട്ട് പോയാൽ ഡിനോമിനേറ്ററിലല്ലേ ഉണ്ടാവുക. അപ്പോൾ വെലോസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് കിട്ടും. ഓക്കെ, അതിൻ്റെ അർത്ഥം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞ സ്ഥലത്ത് ലിക്വിഡിൻ്റെ വെലോസിറ്റി കൂടും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞെടുത്ത് വെലോസിറ്റി കൂടും. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ റിസൾട്ട്. സോ A ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഓക്കെ, A1 V1 ഈക്വൽ ടു A2 V2 ആ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ A ഇൻറ്റു വി എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? A ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഇതാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? വോളിയം ഓഫ് ലിക്വിഡ് എൻറ്റേർഡ് പെർ സെക്കൻഡ്. അത് A1 V1, A2 V2 ആണ് വോളിയം ഓഫ് ലിക്വിഡ് ലീവിങ് എന്ന്. എനിവേ അതെന്താണ്? വോളിയം ഓഫ് ലിക്വിഡ് പെർ സെക്കൻഡ് ആണ് അല്ലേ. A ഇൻറ്റു വി എന്ന് വെച്ചാൽ വോളിയം ഓഫ് ലിക്വിഡ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ A ഇൻറ്റു വി അപ്പം ഇങ്ങനെ എഴുതാം, വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് എഴുതാം. വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഓക്കെ, അതാണ് ശരിക്ക് A ഇൻറ്റു വി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ്. ഇതിനെ തന്നെ നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയും കേട്ടോ. ഈ സംഭവത്തിനെ തന്നെ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ ഇത് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ വോളിയം ഫ്ലക്സ് എന്ന് പറയും. വോളിയം ഫ്ലക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ A ഇൻറ്റു വി എന്ന് പറയുന്ന സംഭവം എല്ലാവരുടെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഡ്യൂറിങ് ദ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് എ ലിക്വിഡ് ത്രൂ എ ട്യൂബ് ഓഫ് നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ. ഓരോ സ്ഥലത്തും ഓരോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ A ഇൻറ്റു വി എന്ന് പറയുന്നത് എല്ലാവരുടെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ A1 V1 ഈക്വൽ A2 V2 ഈക്വൽ A3 V3 ഈക്വൽ അങ്ങനെ പോകും. ഇതിനെ നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ് A ഇൻറ്റു വി. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്തായിരിക്കും? മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. മാസ് ഓഫ് ഇത് വോളിയമാണ് അല്ലേ. വോളിയമാണ്. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ മാസ്. അപ്പോൾ വോളിയം AV. അപ്പോൾ AV ഇൻറ്റു റോ. ഓക്കെ, ഇതാണ് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ മാസ്. ഇത് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വോളിയം. ഇതിൻ്റെ പേര് റേറ്റ് ഓഫ് ഫ്ലോ. ഇതിനെ നമ്മൾ മാസ് ഫ്ലക്സ് എന്ന് വിളിക്കും. ഓക്കെ, റെഡി? അപ്പോൾ ഇങ്ങനെ കിട്ടും. നെക്സ്റ്റ് വൺ, പോയിസ്വില്ലിസ് ഫോർമുല. ഇപ്പോൾ നിങ്ങൾ പോയിസ്വില്ലിസ് ഫോർമുല പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാപ്പിലാരി ട്യൂബ് ആയിരിക്കും. വളരെ നേരിയ ഒരു ഗ്ലാസ് ട്യൂബ് ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ ഇതേപോലെ കാപ്പിലാരി ട്യൂബ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കാപ്പിലാരി ട്യൂബ് എന്ന് പറയും. അപ്പോൾ ഇതിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നു. ഇതിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. ലിക്വിഡ് ഫ്ലോ ചെയ്യുക എപ്പോൾ അല്ലേ? ഫ്ലൂയിഡിൻ്റെ ഫ്ലോ നടക്കുക ഹൈ പ്രഷർ ടു ലോ പ്രഷറാണ്.
അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ അർത്ഥം ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും. ഇവിടെയുള്ള പ്രഷർ ഞാൻ P1 എടുത്തു, പ്രഷർ ഈസ് ടേക്കൺ ആസ് P1. ഇവിടെയുള്ള പ്രഷർ P2 എടുത്തു. ഓക്കെ, അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ഫ്ലോ നടക്കുക. അപ്പോൾ ഒരു ഫ്ലോ നടക്കണമെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് വേണം. നമ്മൾ മുമ്പ് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം ആയിരിക്കും എന്ന്. അത് ലിക്വിഡ് റസ്റ്റിലാണെങ്കിലാണ് ഹൊറിസോണ്ടൽ ലെവലിൽ പ്രഷർ സെയിം. പക്ഷേ ഇത് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡാണ്. അപ്പോൾ ഫ്ലോ നടക്കുക ഹൈ പ്രഷർ ടു ലോ പ്രഷറാണ്. അങ്ങനെയാണെങ്കിൽ പോയ്സൺലീസ് ഫോർമുല പറയുന്നത് ഇതിലൂടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ കാപ്പിലാരി ട്യൂബ്. റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ എന്തായിരുന്നു? വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വോളിയം, അതിൻ്റെ പേര് റേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റിയാണ് തൊട്ട് മുന്നേ പറഞ്ഞത്. ഇതാണ് വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞാൽ സംഭവം ഇതാണ്. പക്ഷേ ഇതാണ് സംഭവം. പക്ഷേ ഒരു കാപ്പിലാരി ട്യൂബിലൂടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ, ഇതിനിങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനാണ് പോയ്സൺലീസ് ഫോർമുല. ഇക്വേഷൻ മതി കേട്ടോ, ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. അപ്പം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ എ കാപ്പിലാരി ട്യൂബ് എന്ന് പറയും. കാപ്പിലാരി ട്യൂബ് എന്ന് പറഞ്ഞാൽ വളരെ നേരിയൊരു ഗ്ലാസ് ട്യൂബാണിത്, കാപ്പിലാരി ട്യൂബ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ് ത്രൂ എ കാപ്പിലാരി ട്യൂബ്. ഫോർമുല ഇങ്ങനെയാണ്: പൈ ഡെൽറ്റ പി ഉദ്ദേശിക്കുന്ന പ്രഷർ ഡിഫറൻസ് ആണ് ഡെൽറ്റ പി. പൈ ഡെൽറ്റ പി R⁴. R എന്ന് വെച്ചാൽ ഈ കാപ്പിലാരി ട്യൂബിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് ആണ് R. ഡിവൈഡ് ബൈ 8 ഈറ്റ എൽ എന്നാണ്. ഈറ്റ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്. എൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത് ആണ്, കാപ്പിലാരി ട്യൂബിൻ്റെ ലെങ്ത് ആണ്. സോ പൈ ഡെൽറ്റ പി R⁴ ഡിവൈഡ് ബൈ 8 ഈറ്റ എൽ. ഇതാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വോളിയം. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ എ കാപ്പിലാരി ട്യൂബിൻ്റെ ഫോർമുലയാണിത്. റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ എ കാപ്പിലാരി ട്യൂബ്. ഇനി ഇതിൽ ഈ ഇക്വേഷനെ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതും. അതായത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ R. R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ്. അതായത് ഈ ലിക്വിഡ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഓക്കെ, അതിനൊരു റെസിസ്റ്റൻസ് പ്രൊവൈഡ്. ഈ കാപ്പിലാരി ട്യൂബ് തന്നെ നേരിയ ട്യൂബാന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ട്യൂബ് തന്നെ ഇതിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റൻസ് അനുഭവപ്പെടും. ഈ ലിക്വിഡ് ഫ്ലോന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് അനുഭവപ്പെടും. ആ റെസിസ്റ്റൻസ് ആണിത്. അപ്പോൾ റെസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ കാപ്പിലാരി ട്യൂബ് ടു ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. അപ്പോൾ ലിക്വിഡ് ഫ്ലോന് അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ട്യൂബ് കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് ഡെൽറ്റ പി ബൈ R. അങ്ങനെയാണ് ഇതിൽ നിന്ന് R എന്ത് വരും? R വരും ഇങ്ങനെയായിരിക്കും: 8 ഈറ്റ എൽ ഡിവൈഡ് ബൈ പൈ R⁴ ആയിരിക്കും റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ 8 റെസിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് 8 ഈറ്റ എൽ ബൈ പൈ R⁴. അപ്പോൾ പൈ R⁴ ന്യൂമറേറ്ററിലേക്ക് പോകും. ഇവിടെയല്ലേ വരിക 8 ഈറ്റ എൽ ബൈ പൈ R⁴. അപ്പോൾ പൈ R⁴ ഏറ്റവും താഴെയാണ്, അത് ന്യൂമറേറ്ററിലേക്ക് പോകും. അപ്പോൾ എങ്ങനെയാവും? അപ്പോൾ ദിസ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് ലിക്വിഡ്. ഈ ലിക്വിഡ് ഫ്ലോന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കൊടുക്കുന്നത് കാപ്പിലാരി ട്യൂബാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ദിസ് ഫോർമുല ഈസ് കോൾഡ് പോയ്സൺലീസ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഒഴിവാക്കുന്നേ. അങ്ങനെയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചോദിക്കുന്നു. ഈ എൻഡിൽ പ്രഷർ P1 അല്ലേ, ഈ എൻഡിൽ പ്രഷർ P2 അല്ലേ. അപ്പോൾ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ടല്ലേ ഓക്കെ. അപ്പോൾ ഫ്ലോ ചെയ്യുന്ന ഇവിടുന്ന് അങ്ങോട്ടാന്ന് പറഞ്ഞാൽ അർത്ഥം P1 ആണ് കൂടുതൽ. സോ P1 ഈസ് ഗ്രേറ്റർ ദാൻ P2 ആണ്. ഓക്കെ, ഇനി ഇതിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇതിനുള്ളിൽ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രഷർ കൂടുതൽ ഇവിടെ ആയിരിക്കും.
ഇവിടെ ആയിരിക്കും. കാരണം ഇവിടുന്ന് അങ്ങോട്ടല്ലേ ഫ്ലോ ചെയ്യുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൂടുതൽ പ്രഷർ കൂടുതലും ഇവിടെ കുറവും. ഇനി ഈ പോയിൻറ്റും എടുത്താൽ ഇവിടെ കൂടുതലും ഇവിടെ കുറവും, അങ്ങനെ ആയിരിക്കും. കാരണം ഹൈ പ്രഷർ ടു ലോ പ്രഷറാണ് ഫ്ലോ. അങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ നമ്മൾ അർത്ഥം എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഓരോ പോയിൻറ്റിലും ഓരോ പ്രഷർ ഉണ്ടാവും. അപ്പം ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഈ പോയിൻറ്റിന് ഞാൻ പി എന്ന് പേര് കൊടുത്തു. ഈ പോയിൻറ്റിലുള്ള പ്രഷറിന് ഞാൻ പി എന്ന് പേര് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെയുള്ള പ്രഷർ, ഈ പ്രഷർ P1 കുറവായിരിക്കും. P1 ആയിരിക്കും ഏറ്റവും ഹൈ. അപ്പോൾ P1 കുറവായിരിക്കും ഇത്. പക്ഷേ ഫ്ലോ നടക്കുന്ന അങ്ങോട്ടല്ലേ, അങ്ങോട്ടായതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും ലോ പ്രഷർ, ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഇത്. അപ്പോൾ ഓരോ പോയിൻറ്റും ഓരോ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും പ്രഷർ, ഓരോ പോയിൻറ്റും പ്രഷർ ഇങ്ങനെ കുറഞ്ഞ് വരും. ഇവിടെ മിനിമം പ്രഷർ അങ്ങേ എൻഡിൽ. അപ്പോൾ ഓരോ പോയിൻറ്റിലും ഓരോ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ പോയിൻറ്റിലുള്ള പ്രഷർ കാണാൻ പറയുന്നു. അറ്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദിസ് എൻഡ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് L ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് L-X ആണ്. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റിലുള്ള പ്രഷറാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രഷർ ഇവിടെയുള്ള പ്രഷർ വിൽ ബി ലെസ് ദാൻ P1. P1 കുറവായിരിക്കും. ബട്ട് ഇറ്റ് വിൽ ബി മോർ ദാൻ P2. P2 കൂടുതലായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മളെ റേറ്റ് ഓഫ് ഫ്ലോ കാണേണ്ട ഫോർമുല. ഇതാണ് പോയിസെലിസ് ഫോർമുല ത്രൂ എ കാപ്പിലാരി ട്യൂബ്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ വെലോസിറ്റി എന്നായിരുന്നു. അതാണ് ഇങ്ങനെ ആയത്. ത്രൂ കാപ്പിലാരി ട്യൂബ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഈ റേറ്റ് ഓഫ് ഫ്ലോ, അതായത് A/V, അത് കോൺസ്റ്റൻ്റ് ആണെന്നല്ലേ പറയുന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആണ് എന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ നമ്മളെ റേറ്റ് ഓഫ് ഫ്ലോൻ്റെ ഇക്വേഷൻ ത്രൂ കാപ്പിലാരി ട്യൂബ്. ഈ റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ ആണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റിലുള്ള പ്രഷറാണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഈക്വൽ ടു ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ, അങ്ങനെ പറഞ്ഞൂടെ? അപ്പോൾ ഇത് മുതൽ ഇവിടെ വരെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ എങ്ങനെ വരും? ഓക്കെ, പൈ ഇൻറ്റു ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പ്രഷർ ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത്, ലിക്വിഡ് പോകുന്നത്. അപ്പോൾ ഇവിടെയല്ലേ കൂടുതൽ. അപ്പോൾ പ്രഷർ ഡിഫറൻസ് പറ P1 മൈനസ് പി ഇൻറ്റു R⁴ ഡിവൈഡഡ് ബൈ 8 ഈറ്റ എൽ എന്നല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ X ആണ്, ലെങ്ത് X അല്ലേ വരുന്നത്, ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ 8 ഈറ്റ എല്ലിൻ്റെ സ്ഥാനത്ത് X. ഇതാണ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ. ഇനി ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ പറ. ഇവിടെ മുതൽ ഇവിടെ വരെ എന്ന് പറയുമ്പോൾ അഗൈൻ ഇത് പൈ ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ മുതൽ ഇവിടെ വരുമ്പോൾ പ്രഷറാണ് കൂടുതൽ, അങ്ങോട്ടല്ലേ ഫ്ലോ. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ P മൈനസ് P2 R⁴ ഡിവൈഡ് ബൈ 8 ഈറ്റ എൽ. എല്ലിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഈ ഡിസ്റ്റൻസ് L-X ആണ്. L-X. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ ഈക്വൽ ടു ഇവിടെയുള്ള റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ഈക്വൽ ആണ്. റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് മീൻസ് ഈക്വൽ ആണ്. ഓക്കെ, സോ പൈ ക്യാൻസൽ, R⁴ ക്യാൻസൽ, 8 ഈറ്റ ക്യാൻസൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P1 ഇൻറ്റു L മൈനസ് P1 ഇൻറ്റു എക്സ് P1X മൈനസ് P ഇൻറ്റു L മൈനസ് പ്ലസ് ആവും. അപ്പോൾ P ഇൻറ്റു എക്സ് പ്ലസ് ആവും അല്ലേ, P ഇൻറ്റു എക്സ് വരും ഈക്വൽ ടു ഇവിടെ ഒരു എക്സ് ഉണ്ട് ഈക്വൽ ടു P ഇൻറ്റു എക്സ് വരും, എക്സ് മൈനസ് P2 ഇൻറ്റു എക്സ് വരും, P2 ഇൻറ്റു എക്സ്. സോ PX ആൻഡ് PX ക്യാൻസൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ടേം മൈനസ് P2X ഇങ്ങോട്ട് എടുത്തോളൂ,
നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെയുള്ള പ്രശ്നമാണ്, ഈ പോയിന്റിലുള്ള പ്രശ്നം പി ആ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈ രണ്ട് ടേമിൽ നിന്ന് P1 പുറത്തെടുക്കൂ. അപ്പോൾ P1 ഇൻറ്റു L മൈനസ് എക്സ്, ഈ രണ്ട് ടേമിൽ നിന്ന് P1 പുറത്തെടുത്തു. അപ്പോൾ P1 ഇൻറ്റു L മൈനസ് എക്സ്. ഇനി ഈ ടേം ഇങ്ങോട്ട് എടുത്തോളൂ, പ്ലസ് P2x അല്ലേ. ഇനി ഇത് മൈനസ് പി എൽ, ഈ മൈനസ് പി എൽ റൈറ്റ് സൈഡ് പോകുമ്പോൾ പ്ലസ് പി എൽ ആവും എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഈ പി എൽ ആവും. ഈ പി എൽ അങ്ങോട്ട് പോയാൽ ഈക്വൽ ടു പി എൽ ആവും. അപ്പോൾ ഈക്വൽ ടു പി എൽ എന്ന് കിട്ടും, പി എൽ. ഓക്കെ, സോ നമുക്ക് പി ആ കാണേണ്ടത്. സോ പി ഈക്വൽ ടു P1 ഇൻറ്റു L മൈനസ് എക്സ് പ്ലസ് P2x ഡിവൈഡ് ബൈ എൽ. P1 ഇൻറ്റു L മൈനസ് എക്സ് പ്ലസ് P2x ഡിവൈഡ് ബൈ എൽ. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ എങ്ങനെയാണ് കിട്ടിയത്? ആ പോയിന്റിൽ. അപ്പോൾ അങ്ങോട്ട് പോകും തോറും പ്രഷർ കുറഞ്ഞു വരും. ഇവിടെയാണ് ഹൈ പ്രഷർ. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടത്? ഇക്വേഷൻ എന്നാണ് കിട്ടിയത്, P1 ഇൻറ്റു L മൈനസ് എക്സ് പ്ലസ് P2x എന്ന് പറഞ്ഞാൽ P1 ഇൻറ്റു L മൈനസ് എക്സ്, ഇതെടുക്കുക. P1 ഇൻറ്റു L മൈനസ് എക്സ് പ്ലസ് P2 ഇൻറ്റു എക്സ്, അങ്ങനെയാണ്. P1 ഇൻറ്റു L മൈനസ് എക്സ് പ്ലസ് P2 ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ എൽ എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത്. ഓക്കെ, അതായിരിക്കും ഇതിൽ ഇടയിലുള്ളൊരു പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലുള്ള പ്രഷർ ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ശരി.